എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർക്കും എൻ്റെ വീഡിയോസ് വ്യൂ ചെയ്തവർക്കും അതുപോലെ തന്നെ കമൻറ്റ്സ് അറിയിച്ചവർക്കും കമൻറ്റ്സിലൂടെ താങ്ക്സ് അറിയിച്ചവർക്കും എല്ലാവർക്കും ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ മറ്റൊരു ദൈവികമായിട്ട് ഉള്ളൊരു അനുഭവത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഷഷ്ഠിയാണ്. അപ്പോൾ ഷഷ്ഠിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് മുരുകനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു വിശേഷമാണ്. എല്ലാ മാസവും ഈ ഷഷ്ഠി വരാറുണ്ട്. അപ്പോൾ ഷഷ്ഠിയുടെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അന്ന് മാത്രം മറ്റ് ഒരു അമ്പലങ്ങളിൽ നട അടച്ചാലും ഈ മുരുകനുള്ള ഏതെങ്കിലുമൊക്കെ ക്ഷേത്രങ്ങളിൽ മുരുകൻ്റെ പ്രതിഷ്ഠ ഉണ്ടല്ലോ, ആ മുരുകൻ്റെ നട മാത്രം ലേറ്റായിട്ടേ അടയ്ക്കത്തുള്ളൂ. അന്ന് മുരുകന് സ്പെഷ്യൽ പൂജ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ചില അമ്പലങ്ങളിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിഷേകങ്ങളൊക്കെ നടക്കും. അഭിഷേകങ്ങളൊക്കെ നടത്തി പൂജയൊക്കെ കഴിച്ച് അപ്പോൾ ഈ ചില സ്ത്രീകൾ ഈ ഷഷ്ഠി വ്രതം എടുക്കുന്നവരുണ്ടാകും. അപ്പോൾ അവർ ഈ രാവിലെ തൊട്ട് ഉച്ചവരെ അവിടെ ഇരുന്ന് മുരുകൻ്റെ പാട്ടോ മന്ത്രങ്ങളോ ഒക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഈ അഭിഷേകം, പഞ്ചാമൃത അഭിഷേകം, ഭസ്മാഭിഷേകം, പന്നീർ അഭിഷേകം ഇതൊക്കെ കാണും. അപ്പോൾ പന്നീർ അഭിഷേകം ഇതെല്ലാം കാണും. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് പൂജയൊക്കെ കഴിഞ്ഞ് അവർ അമ്പലത്തിൽ നിന്ന് തന്നെ ഈ വ്രതം എടുക്കുന്നവർക്ക് ഫുഡ് കൊടുക്കും. ആ ഫുഡ് കഴിച്ചിട്ട് അവർ പോവും. അങ്ങനെ ചില ക്ഷേത്രങ്ങളൊക്കെ 2 മണിയൊക്കെ ആവും അടയ്ക്കുമ്പോൾ. ഉച്ചയ്ക്ക് 2 മണിക്കൊക്കെ ആയിരിക്കും അടയ്ക്കുന്നത്. ചില അടുത്ത് ഇപ്പോൾ വ്രതമൊന്നും എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ച് നേരത്തെ അടയ്ക്കുമായിരിക്കും. പക്ഷെ എന്നാലും മുരുകൻ്റെ ഷഷ്ഠിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അന്ന് മുരുകൻ്റെ ക്ഷേത്രം തുറന്നിരിക്കും. അന്ന് ലേറ്റായിട്ടേ അടയ്ക്കത്തുള്ളൂ. അപ്പം അങ്ങനെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ നടന്നൊരു സംഭവമാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ഷഷ്ഠിക്ക് അമ്പലത്തിൽ തൊഴാൻ പോയി, മുരുകൻ്റെ അമ്പലത്തിൽ തൊഴാൻ പോയി. അപ്പോൾ നമ്മൾ അന്ന് തൊഴാൻ പോയ കാര്യം വെച്ചാൽ അന്ന് എൻ്റെ പിറന്നാളായിരുന്നു. അപ്പം പിറന്നാളിന് ഞാൻ തൊഴാൻ പോവാണ്. അപ്പോൾ തൊഴുതിട്ട് നമ്മളിതെല്ലാം പൂജയൊക്കെ കണ്ട് തൊഴുതിട്ട് തിരിച്ച് വീട്ടിൽ വരാമെന്നുള്ള രീതിയിലിരിക്കണം. അപ്പം അന്ന് വ്രതം എടുക്കുക അങ്ങനത്തെ ഇതൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് തൊഴാൻ പോകുക എന്നുള്ള ഉദ്ദേശത്തിൽ പോയതാണ്. അപ്പോൾ ഈ വ്രതം എടുക്കുന്നവർക്ക് അവിടെ ഈ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യണം. അവിടെ ഫുഡിനൊക്കെ നമ്മൾ ആ വ്രതം എടുക്കുന്നവർക്ക് അവിടെ നിന്ന് ഫുഡ് കൊടുക്കും. അപ്പോൾ നേരത്തെ അവിടെ റെസിപ്റ്റ് എടുക്കുന്നവർക്കുമാണ് അവിടെ ഫുഡുള്ളൂ. കാരണം ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചരി ചോറും ഉപ്പും മുളകും തൈരും അത്രയേ ഉള്ളൂ. അപ്പോൾ അത് വ്രതം എടുക്കുന്നവർക്ക് മാത്രമുള്ളതാണ്. അപ്പോൾ ഞാൻ വ്രതമൊന്നും എടുക്കുന്നൊന്നുമില്ല, ഞാൻ ഫുഡ് കഴിക്കാൻ പ്ലാനൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് തൊഴുതിട്ട് വരാമെന്നുള്ള ഒരു പ്ലാനിൽ പോവുകയാണ്. അപ്പോൾ വീട്ടിൽ പിറന്നാളായിട്ട് സദ്യ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതെനിക്കറിയാം, പോകുമ്പോൾ എനിക്കറിയാം. അപ്പം നമ്മൾ തൊഴുതിട്ട് വരാമെന്നുള്ള രീതിയിൽ അമ്പലത്തിൽ പോവാണ്. അങ്ങനെ ഞാൻ അതുപോലെ ഈ അഭിഷേകങ്ങളൊക്കെ കണ്ടു, പൂജയൊക്കെ കണ്ടു, എല്ലാം കഴിഞ്ഞു. എന്നിട്ട് ഈ മറ്റുള്ള ബാക്കി വ്രതം എടുത്തിരുന്ന സ്ത്രീകളൊക്കെ അവിടെ കഴിക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോയി. ഞാൻ റോഡിലോട്ട് പോയി, ചെരുപ്പൊക്കെ ഇട്ട് അങ്ങനെ മെയിൻ ഗേറ്റ് ഇറങ്ങി റോഡിലോട്ട് ഇറങ്ങി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ അമ്പലത്തിൽ നിന്ന് ഇവിടെ ഒരു ചേച്ചി എന്നെ വിളിക്കുകയാണ്, മോളെ വാ കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് എന്നെ പുറകെ വിളിക്കുകയാണ്. അപ്പം ഞാൻ അപ്പോൾ അവർക്കറിയാം ഞാൻ വ്രതം എടുക്കുന്നില്ല, ഞാൻ റെസിപ്റ്റിലൊന്നും ഇല്ല, ജസ്റ്റ് തൊഴാൻ വന്നതെന്ന് അവർക്ക് അറിയാം. പക്ഷെ അവർ പറയുകയാണ് വാ വന്ന് കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറയുകയാണ്. അപ്പോൾ എനിക്ക് ഒരു സെക്കൻഡ് ഇങ്ങനെ എന്തോ നമുക്ക് മുരുകൻ വിളിക്കുന്ന പോലെ തോന്നി. കാരണം അവർക്ക് അങ്ങനെ പറയേണ്ട കാര്യമില്ല, കാരണം ഇത് റെസിപ്റ്റ് എടുക്കുന്നവർക്ക് മാത്രം കൊടുക്കേണ്ട ഇതാണ്. അപ്പം അവർക്ക് എന്തോ അങ്ങനെ തോന്നുകയാണ്. അപ്പോൾ ഞാൻ ഭയങ്കര സന്തോഷത്തോടെ തന്നെ പോയി. അങ്ങനെ എനിക്ക് അവർ ഫുഡ് തന്നു. അങ്ങനെ ഈ പച്ചരി ചോറും ഉപ്പും മുളകും തൈരും ഒക്കെ കൂട്ടി ഞാൻ അന്ന് അങ്ങനെ അമ്പലത്തിൽ നിന്നാണ് ഫുഡ് കഴിച്ചത്. അപ്പോൾ പിറന്നാളിന് അമ്പലത്തിൽ നിന്ന് മുരുകൻ്റെ പ്രസാദമാണ് ഞാൻ കഴിച്ചത്. അപ്പോൾ ഇത് കഴിച്ച് ഞാൻ വീട്ടിലെത്തി. അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ അവിടെ സദ്യയൊക്കെ റെഡിയാക്കി വെച്ചിരിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നോട് ഇങ്ങനെ കഴിക്കാൻ പറഞ്ഞു. ഞാൻ റോഡിലോട്ട് ഇറങ്ങിയതാണ്, ചെരുപ്പൊക്കെ ഇട്ട് റോഡിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന എന്നോട് തിരിച്ച് വിളിച്ച് എന്നോട് വന്ന് കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പം എനിക്കൊന്നും അപ്പോൾ ഞാനതുകൊണ്ട് അമ്പലത്തിൽ നിന്ന് കഴിച്ചു എന്ന് പറഞ്ഞു. അപ്പം നിങ്ങളൊക്കെ സദ്യ കഴിച്ചോളൂ, രാത്രി ഞാൻ ഇവിടെ വീട്ടിൽ ഉണ്ടാക്കിയ സദ്യ ഞാൻ രാത്രി ഡിന്നറിന് ഞാൻ അത് കഴിച്ചോളാം എന്ന് പറഞ്ഞ് അങ്ങനെ ഉച്ചയ്ക്ക് ഈ അമ്പലത്തിലുള്ള ഈ ഒരു പ്രസാദവും രാത്രി വീട്ടിൽ ഉണ്ടാക്കിയ സദ്യയുമാണ് കഴിച്ചത്. അപ്പോൾ ഇതിൽ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നി. കാരണം അത് യൂഷ്വലായിട്ട് നടക്കുന്ന സംഭവമല്ലല്ലോ. അപ്പോൾ റെസിപ്റ്റ് എടുക്കുന്നവർക്ക് മാത്രം കൊടുക്കുന്നത് ഒരു അപ്പോൾ റോഡിൽ പോകുന്ന ഒരാളെ തിരിച്ച് വിളിച്ച് തരേണ്ട കാര്യം ഇല്ല. പക്ഷെ അവർക്ക് എന്തോ അങ്ങനെ തോന്നുന്നു.
അപ്പോൾ അതൊരു അന്നത്തെ ഒരു നമുക്കുള്ള ഒരു എന്താ പ്രകൃതിയുടെ ഡിസിഷൻ ആയിരിക്കാം. അപ്പം നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് എന്തിനാ തൊഴുതിട്ട് വീട്ടിൽ പോകുക എന്നുള്ളതാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. പക്ഷേ പ്രകൃതി ഡിസൈഡ് ചെയ്യുന്നത് ഇന്ന് ഞാൻ അവിടെ അമ്പലത്തിൽ നിന്ന് കഴിക്കണമെന്നുള്ളതാണ് പ്രകൃതിയുടെ ഒരു തീരുമാനം. അപ്പോൾ നമുക്ക് ഇതറിയാമോ. അപ്പം നമ്മൾ എന്ത് ചെയ്ത് സന്തോഷത്തോടു കൂടി തന്നെ അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന പ്രസാദം, കാരണം അത് ഭയങ്കര റെയറല്ലേ, അങ്ങനെ എപ്പോഴും ഒന്നും അങ്ങനെ സംഭവിക്കണമെന്നില്ല. അപ്പോൾ ഇത് റെയർ ആയിട്ട് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പം ആ ജസ്റ്റ് പച്ചരിച്ചോറും ഉപ്പും മുളകും ആണെങ്കിൽ പോലും അത് ഭയങ്കര സന്തോഷമായിരുന്നു നമ്മൾ കഴിക്കുമ്പോൾ. കാരണം എന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ തിരിച്ച് വിളിച്ച് വരുത്തി നമ്മളെ കഴിപ്പിക്കുകയാണ്. അപ്പോൾ ഭയങ്കര സന്തോഷമാണ്. മുരുകൻ തിരിച്ച് വിളിച്ച് കഴിക്കാൻ പറയുന്ന പോലെ നമുക്ക് തോന്നും. അങ്ങനെ ഭയങ്കര സന്തോഷത്തോടു കൂടി ആണ് അന്നത്തെ ഒരു പിറന്നാൾ ആഘോഷിച്ചത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് നടന്നിട്ടുണ്ട്. അതിലൊരു അനുഭവമാണ് ഇന്ന്. അപ്പോൾ ഇന്ന് ഷഷ്ഠിയും കൂടെ ആയതുകൊണ്ടാണ് എനിക്കിത് പറയാനായിട്ട് തോന്നിയത്. അതിനുശേഷം കുറച്ച് വർഷങ്ങൾ ശേഷം എൻ്റെ ഒരു റിലേറ്റീവിലൊരു ആൻറ്റിയും മോളും ഇതേപോലെ തന്നെ ഞാനീ പോയതുപോലെ തന്നെ ഷഷ്ഠിയുടെ ദിവസം അവരും ഇതേ മുരുകൻ്റെ അമ്പലത്തിൽ പോയി തൊഴുതു. അപ്പോൾ അവർക്ക് ഈ സംഭവങ്ങളോ കാര്യങ്ങളോ ഒന്നും അറിയുന്നില്ല. എൻ്റെ ഈ അനുഭവമൊന്നും അവർക്ക് അറിയത്തില്ല. അവർ സാധാരണ രീതിയിൽ ഞാൻ അന്ന് തൊഴുത പോലെ അവരും പോയി തൊഴുതാണ് ഒരു ദിവസം. അങ്ങനെ അവർ പക്ഷേ ഈ വ്രതം കഴിഞ്ഞിട്ട് അവർ റെസിപ്റ്റൊന്നും എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ വ്രതം ഇതെല്ലാം പൂജയെല്ലാം കഴിഞ്ഞിട്ട് മറ്റുള്ളവർ കഴിച്ചപ്പോൾ ഇവരും പോയി ചോദിച്ചു ഞങ്ങൾക്ക് കൂടെ കിട്ടുമോ എന്ന് ചോദിച്ചു. പക്ഷേ അവർക്ക് കൊടുത്തൊന്നുമില്ല. കാരണം റെസിപ്റ്റ് എടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് അത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അവർക്ക് എക്സ്ട്രാ ഒന്നും കാണത്തില്ല. അപ്പം ഇവർ ഈ സംഭവം ഞങ്ങളുടെ വീട്ടിൽ വന്ന് പറയുകയും ചെയ്തു. അപ്പോഴാണ് ഞാൻ ആലോചിച്ചു, അപ്പോൾ പോയി ചോദിക്കുന്നവർക്ക് പോലും കിട്ടണമെന്നില്ല. അപ്പം എനിക്ക് ഭയങ്കര ഒരു അത്ഭുതമായിട്ട് തോന്നി ആ സംഭവം.